അടി ചക്ക. നീ എങ്ങനെയാ മൂന്നത്തിന് വെക്കരുത്. കൈ കൊടുക്ക, കൈ എവിടെ? ലൈഫ് ഒന്ന് പച്ച പിടിപ്പിക്കാനുള്ള എൻ്റെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ കൂട്ടുകാരെ കൃഷാസ് ഒരു യുവ കർഷകനായ കാര്യം ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാനും തങ്കപ്പനും പല പ്രാവശ്യം പ്ലാൻ ചെയ്തൊരു കാര്യമാണ് ഈ പോത്ത് വളർത്തൽ. ഇവനെ കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവൻ പോത്ത് വളർത്തുന്ന കാര്യം പറഞ്ഞത്. എന്നാൽ പിന്നെ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെന്ന്, എപ്പോൾ വേണമെങ്കിലും വാടാ എന്ന് അവനും. ഇവൻ്റെ വീടെത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പഠിക്കുമ്പോഴുള്ള കൃഷ്ണാസ് അല്ല, ഇവൻ ആകെ മാറിയിരിക്കുന്നു. ആദ്യം ഒരു പോത്തിന് വാങ്ങിയപ്പോൾ മുന്നിന്നും പിന്നിന്നൊക്കെ ഒരുപാട് കളിയാക്കലുകൾ ഇവൻ കേട്ടു. പക്ഷെ അതിനൊന്നും തളരാതെ ഇവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് ഞാനും അവനെ സഹായിച്ചു. ഈ കളിയാക്കുന്നവർക്ക് അറിയില്ലല്ലോ, അവനെ ഓരോ പ്രാവശ്യം കളിയാക്കുമ്പോഴും അവന് ജയിക്കാനുള്ള ആ ഒരു വീര്യമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പോത്തിൽ നിന്ന് തുടങ്ങിയ കൃഷ്ണാസ് ഇന്ന് 3 പോത്തിൻ്റെ ഉടമയാണ്. അത് വളർന്ന് വന്തലിച്ച് വലിയൊരു ഫാം ആവട്ടെ എന്ന് ഞാൻ അവനെ ആശംസിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു ട്രാക്ടറിൽ കയറുന്നു കേട്ടോ. കൃഷ്ണദാസ് KSFയിലെ ഒരു ക്യാൻവാസിങ് ഏജൻറ്റ് കൂടിയാണ്. നിങ്ങൾക്ക് KSFയിൽ എന്ത് സേവനം വേണമെങ്കിലും അവനെ കോൺടാക്ട് ചെയ്യുക. അവൻ്റെ നമ്പർ ഞാൻ ചോട്ടിൽ കൊടുക്കുക. വാഴ നനയുമ്പോൾ ചീരും കൂടി നനയണമല്ലോ. മേക്കാൻ കൊണ്ടുപോയി പാടം എത്താറാകുമ്പോഴേക്കും പോത്ത് ഒരേ ഓട്ടം. വിശന്നിട്ടായിരിക്കും പാവങ്ങൾ. പകലുള്ളവൻ്റെ ഈ എല്ലാ ജോലി തിരക്കും കഴിഞ്ഞ ശേഷം വൈകുന്നേരമാണ് അവൻ പോത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ അവൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പോത്ത് വളർത്തുന്നത് ചെറിയൊരു കാര്യമല്ല. 1 മണിക്കൂർ മേയാൻ വിട്ട ശേഷം വീണ്ടും പോത്തുകളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ പോത്ത് മാത്രം പോരാ, അവൻ്റെ വീട്ടിൽ നല്ല പശുവുണ്ട്, പിന്നെ കോഴി, ആടില്ല, നായയും കൂടിയുണ്ട്. ഇത് മാത്രമല്ല, കൃഷ്ണദാസ് ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. പഠിക്കുന്ന സമയത്ത് നല്ലൊരു അത്ലറ്റ് കൂടിയായിരുന്നു. നിർഭാഗ്യവശാൽ ആർമിയിൽ അവൻ മെഡിക്കലിൽ ഔട്ടാവുകയും കൂടി ചെയ്തു. പക്ഷേ ഇതിനൊന്നും തളരാതെ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒരു സ്പെഷ്യൽ സാധനം കാണിച്ചു തരാടാ പറഞ്ഞിട്ട് ഞാൻ ഇന്നേ വരെ കാണാത്ത വലുപ്പത്തിലുള്ള ഒരു വലിയൊരു പപ്പായ എൻ്റെ വീട്ടിലേക്ക് തന്നു വിട്ടു. ആകെ മൊത്തത്തിൽ ഇവൻ്റെ കൂട്ടുകാരനായതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. വരുന്ന തലമുറയ്ക്ക് കൃഷ്ണദാസിനെ പോലുള്ളവർ എന്നൊരു മാതൃകയാവട്ടെ. അപ്പോൾ ഇത് മാത്രമല്ല, ഇവൻ്റെ പാർട്ട് 2 കൂടിയുണ്ട്. വീണ്ടും കാണാം. ഓക്കെ, ബൈ.